അപ്പോൾ ഇനി സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ കുറച്ച് ഉദാഹരണങ്ങളാണ് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നാം ഒരുപാട് ഇംഗ്ലീഷ് കേൾക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ അത് ഒരുപാട് സംസാരിക്കുകയാണെങ്കിൽ നമുക്കെന്താവും, ഇംഗ്ലീഷ് പരിചിതമാവും. അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്താണെന്ന് അറിയാം, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കൂടുതൽ ആലോചിക്കാണ്ട് ഗ്രാമർ വശങ്ങളിലേക്കൊന്നും ഇറങ്ങിച്ചെല്ലാണ്ട് പെട്ടെന്ന് തന്നെ എന്താ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. അതിന് നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്ക് പ്രാക്ടീസാണ് ആവശ്യം. അതായത് കൂടുതൽ നാം സംസാരിക്കുകയും കേൾക്കുകയും വേണം. ഇത് ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയോ, നിങ്ങളൊന്ന് വാ തുറന്ന് കിട്ടാനാണ്. അതായത് ഈ വീഡിയോസൊക്കെ കേൾക്കുമ്പോൾ ഓരോ എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങളൊന്ന് വാ തുറന്ന് പറയുക. ഓക്കെ, മനസ്സിലിങ്ങനെ ചിന്തിക്കാണ്ട് വാ തുറന്നിങ്ങനെ തന്നെ എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അതിലൂടെ അത് കൂടുതൽ ആവർത്തിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ഭാഷ ഒരു പരിചിതമായി വരും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ എന്താണ്, ഐ വർക്ക് അറ്റ് ബാങ്ക്. ഞാൻ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. ഐ എന്നുള്ളത് എന്താണ്, നിങ്ങൾ പറയൂ, സബ്ജക്റ്റാണ് അല്ലേ. ഇവിടെ പ്രവൃത്തി ചെയ്യുന്ന ആരാണ്, ഐ ആണ്. വർക്ക് എന്നുള്ളത് എന്താണ്, പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ വേർബാണ്. വേർബിൻ്റെ V1 ഫോമാണ്, അതാണ് യഥാർത്ഥ ഫോം. ഓക്കെ, വർക്ക് എന്നുള്ളത് അതിൻ്റെ യഥാർത്ഥ ഫോമാണ്. അപ്പോൾ ഐ വർക്ക് അറ്റ് ബാങ്ക്. ഐ വർക്ക്, ഞാൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്, അറ്റ് ബാങ്ക്. ഐ ലവ് യു, സാധാരണ ഒരുപാട് കേൾക്കുന്ന പറയുന്ന വാക്കാണ് അല്ലേ. അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണെന്ന് മനസ്സിലാക്കുക. ഐ ലവ് യു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇവിടെ ഐ എന്നുള്ളതാണ് സബ്ജക്റ്റ്, ലവ് എന്നുള്ളതാണ് വേർബ്, യു എന്നുള്ളത് ഒബ്ജക്റ്റാണ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ആരുടെ മേലാണോ നാം ചെയ്യുന്ന പ്രവൃത്തി ചെന്നെത്തുന്നത്, അല്ലെങ്കിൽ എന്തിൻ്റെ മേലാണോ നാം ചെയ്യുന്ന പ്രവൃത്തി ചെന്നെത്തുന്നത്. ഐ ലവ് യു, ഞാൻ ആരാണ് സ്നേഹിക്കുന്നത്, നിന്നെയാണ്, യു അല്ലേ. അപ്പോൾ യു എന്നുള്ളത് ഒബ്ജക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഐ ലൈക്ക് ഐസ്ക്രീം, എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. ഐ സബ്ജക്റ്റ്, ലൈക്ക് വേർബ്, ഐസ്ക്രീം ഒബ്ജക്റ്റ്. എന്താണ് എനിക്ക് ഇഷ്ടം, ഐസ്ക്രീം. ഐസ്ക്രീം ഇഷ്ടമാണ് ആർക്ക്, ഐ, അതാണ് ആര്, സബ്ജക്റ്റ്. ഓക്കെ, ഐ ലൈക്ക് ഐസ്ക്രീം. ഹീ സ്വിംസ് ഡാഷ്, അവിടെ ഡാഷ് ഇട്ടത് നാം ഈ ടെൻസസിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകുന്നത് സബ്ജക്റ്റും വെർബിനുമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ സിമ്പിളാണ്, അത്ര പ്രയാസമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ നാം ആദ്യം സബ്ജക്റ്റും വെർബും പഠിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇനിയുള്ള സെൻറ്റൻസ്, ഇനിയുള്ള ഫ്രേസസ് എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഹീ സ്വിംസ്, അവൻ നീന്തുന്നു. യു സ്ലീപ്പ്, നീ ഉറങ്ങുന്നു. ഷീ റൈറ്റ്സ്, അവൾ എഴുതുന്നു. ഐ ക്രൈ, ഞാൻ കരയുന്നു. ഹീ സിങ്സ്, അവൻ പാടുന്നു. വി സ്റ്റഡി, ഞങ്ങൾ പഠിക്കുന്നു. ഐ റൈറ്റ്, ഞാൻ എഴുതുന്നു. ഷീ പ്ലേസ്, അവൾ കളിക്കുന്നു. ഹീ ഗോസ്, അവൻ പോകുന്നു. ഹീ എന്നുള്ളത് സബ്ജക്റ്റ്, ഗോസ് എന്നുള്ളത് വേർബ്. ഓക്കെ, യു തിങ്ക്, അവൻ ചിന്തിക്കുന്നു. ഷീ റൺസ്, അവൾ ഓടുന്നു. ഐ കുക്ക്, ഞാൻ കുക്ക് ചെയ്യുന്നു. ഹീ കുക്സ്, അവൻ കുക്ക് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. എന്താണെന്നോ, ഇവിടെ വേർബ് നാം എഴുതുമ്പോൾ ചിലയിടത്ത് ഒരു എസ് കാണാം അല്ലേ. ഫോർ എക്സാമ്പിൾ, ഹീ കുക്സ്, അവിടെ ഒരു എസ് ഉണ്ട്. ഷീ റൈറ്റ്സ്, അവിടെ ഒരു എസ് ഉണ്ട്. റൈറ്റ് പ്ലസ് എസ്. ഷീ പ്ലേസ്, പ്ലേ എന്ന വെബിൻ്റെ കൂടെ ഒരു എസ് കൂട്ടി. ഹീ ഗോസ്, ഗോ എന്ന വെബിൻ്റെ കൂടെ ഒരു എസ് കൂട്ടി. അതെന്താ അങ്ങനെ? അത് മനസ്സിലാവാൻ ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ് എന്നൊരു റൂളുണ്ട്. വളരെ സിമ്പിളാണ്. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആവണം. സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വേർബും പ്ലൂരൽ ആവണം. സിംഗുലർ പ്ലൂരൽ എന്ന് പറഞ്ഞാൽ എന്താ, പലർക്കും അറിയണ്ടാവും, എന്നാലും ഒന്ന് പറയാം. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്കാണ്. അതായത് ഒരു വ്യക്തിയോ ഒരു വസ്തുവേ ഉണ്ടാവുള്ളൂ. സിംഗിൾ എന്ന് ഓർത്താൽ മതി. സിംഗുലർ സിംഗിൾ ആണെന്ന്. എക്സാമ്പിൾ, ഹീ, അവൻ, ഒരാളല്ലേ. ഷീ, അവൾ, ഒരാളല്ലേ. അതുപോലെ പേരുകൾ, രാജു, അത് ഒരാളെ സൂചിപ്പിക്കുന്ന പേരാണ് അല്ലേ. റാണി, അതും ഒരാളെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കും. അതുപോലെ സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ, പ്ലൂരൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ദേ, അവർ, എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ആൾക്കാരാണല്ലേ പറയാം. അതുപോലെ 2-3 ആൾക്കാരെ ഒന്നിച്ച് പറയാം. രാജു ആൻഡ് സാബിത്ത്, രാജുവും സാബിത്തും, രണ്ടാളായില്ലേ. അപ്പോൾ ഒന്നിൽ കൂടുതലായി. അപ്പോൾ അതിനൊക്കെ എന്താണ്, പ്ലൂരൽ എന്ന് പറയാം. അപ്പോൾ സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വേർബും പ്ലൂരൽ ആയിരിക്കും. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇംഗ്ലീഷിൽ വേർബ്സിനെ സാധാരണ കണ്ടുവരുന്ന രൂപമില്ലേ, അതായത് ബേസ് ഫോമില്ലേ, കുക്ക്, ഈറ്റ്, പ്ലേ, സ്വിം, ഗോ, കം, എസ് ഇല്ലാത്ത ബേസ് ഫോമില്ലേ, അതാണ് പ്ലൂരൽ വേർബ് എന്ന് പറയുന്നത്. അഥവാ പ്ലൂരൽ സബ്ജക്റ്റിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന വേർബ് ബേസ് ആയിട്ടുള്ള വേർബാണ്, അഥവാ അതിൻ്റെ യഥാർത്ഥ രൂപത്തിലുള്ള വേർബാണ്. അതേ സ്ഥാനത്ത് സിംഗുലാർ സബ്ജക്റ്റിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന വേർബിലാണ് നാം എസ് ആഡ് ചെയ്യുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ, കുക്സ്, ഈറ്റ്സ്, പ്ലേസ്, ഇതിൻ്റെയൊക്കെ അവസാനത്തിൽ ഒരു എസ് കാണാം. അപ്പം
അവസാനത്തിൽ എസ് ആഡ് ചെയ്യുന്ന വേർബ്സ് നാം ഉപയോഗിക്കുക സിംഗുലാർ സബ്ജക്റ്റിൻ്റെ കൂടെയാണ്. അത് മാറിപ്പോകരുത്. നൗണിൻ്റെ കേസിൽ അത് ഡിഫറെൻ്റ് ആണ്, അത് വേറെ തന്നെയാണ്, അതും പഠിക്കും. ഇവിടെ വേർബിനെ കുറിച്ചാണ് പറയുന്നത്. വേർബ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയെക്കുറിച്ചാണ് നാം പറയുന്നത്. ഓക്കെ, വേർബ്സിന് ബേസ് ഫോമിലേക്ക് എസ് ആഡ് ചെയ്താൽ അത് സിംഗുലാർ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക. ഇത് മറന്നു പോകാണ്ടിരിക്കാൻ ഒരു ട്രിക്കുള്ളതെന്ന് വെച്ചാൽ സിംഗുലാർ സബ്ജക്റ്റിൻ്റെ കൂടെ വരുന്ന വേർബ്സിനൊക്കെ ലാസ്റ്റ് എന്തുണ്ടാവും? എസ് ഉണ്ടാവും അല്ലേ? സിംഗുലാർ സബ്ജക്റ്റിൻ്റെ കൂടെ വരുന്ന വേർബ്സിനൊക്കെ എന്തുണ്ടാവും? ലാസ്റ്റിൽ ഒരു എസ് ഉണ്ടാവും അല്ലേ? അത് ആ ഒരു എസ് നമുക്ക് എന്താക്കാം? സിംഗുലറിൻ്റെ ഷോർട്ട് ഫോം ആക്കി എടുക്കാം. സിംഗുലർ എന്ന വാക്ക് തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? എസ് കൊണ്ടല്ലേ. അപ്പോൾ എസ് കൊണ്ട് അവസാനിക്കുന്ന വേർബ്സ് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ ആയിരിക്കും വരിക. എക്സാമ്പിൾ, ഹീ കുക്സ് എവറി ഡേ. ഹീ എന്നുള്ളത് അവൻ എന്നുള്ളത് ഒരാളെ സൂചിപ്പിക്കുന്നതായതുകൊണ്ട് അത് സിംഗുലർ സബ്ജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എന്താ വരിക? കുക്ക് എന്ന യഥാർത്ഥ വെബിൻ്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്തിട്ടാണ് വരിക. ഹീ കുക്സ് എവറി ഡേ, ഷീ കുക്സ് എവറി ഡേ, ദേ കുക്ക്. ദേ എന്നുള്ളത് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്, അപ്പോൾ പ്ലൂരൽ സബ്ജക്റ്റായി. അപ്പോൾ അതിൻ്റെ കൂടെ എസ് ഇല്ലാത്ത യഥാർത്ഥ വെബ് ഫോമാണ് ഉപയോഗിക്കുക. ദേ കുക്ക്. രാജു ആൻഡ് സാബിത്ത് രണ്ടാളായി, അപ്പോൾ എന്താണ്? കുക്ക്. രാജു ആൻഡ് സാബിത്ത് കുക്ക് എവറി ഡേ. രാജുവും സാബിത്തും എന്നും കുക്ക് ചെയ്യാറുണ്ട്. ഇവിടെ രാജു സാബിത്ത് രണ്ടാളായതുകൊണ്ട് അത് പ്ലൂരൽ സബ്ജക്റ്റായി. അപ്പം വേർബ് ഏതാ? പ്ലൂരൽ വേർബാണ് ഉപയോഗിക്കുക, അതായത് എസ് ഇല്ലാത്ത വേർബാണ് ഉപയോഗിക്കുക. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. ഓക്കെ, ഇനി അതുപോലെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇംഗ്ലീഷിൽ പേഴ്സണൽ പ്രൊനൗൺ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതിൽ 3 പേഴ്സൺസിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഇത് വളരെ സിമ്പിളായ കൺസെപ്റ്റാണ്, വ്യക്തമാക്കി പറഞ്ഞു തരാം. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത്, ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് എഴുതുകയാണെങ്കിൽ അതിൽ ഞാൻ എന്നെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ, അതായത് സംസാരിക്കുന്ന വ്യക്തിയെ പറയുന്ന കാര്യത്തിൽ ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഫസ്റ്റ് പേഴ്സണിൽ വരിക. ഉദാഹരണത്തിന് ഐ, ഞാൻ, വി, ഞങ്ങൾ. ഇതിലൊക്കെ എന്തുണ്ട്? സംസാരിക്കുന്ന വ്യക്തിയില്ലേ? അതായത് ഞാനാണ് സംസാരിക്കുന്നതെങ്കിൽ ഞാനൊരു സെൻറ്റൻസ് പറയുമ്പോൾ എന്നെ തന്നെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഫസ്റ്റ് പേഴ്സണിൽ വരിക. എക്സാമ്പിൾ, ഐ പ്ലേ ഫുട്ബോൾ എവറി ഡേ. എന്നും ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട്. വി പ്ലേ ഫുട്ബോൾ എവറി ഡേ. എന്നും ഞങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ട്. അപ്പം ഫസ്റ്റ് പേഴ്സണിൽ വരുന്ന ആരാ? ഒന്നാമത്തെ ആൾക്കാരാരാ? നമ്മൾ തന്നെ അല്ലേ, സ്വയം. ഐ, വി, എക്സെട്ര. ഇനി സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ആൾ കഴിഞ്ഞാൽ രണ്ടാമത്തെ ആളാരായിരിക്കും? നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത്, നമ്മുടെ തൊട്ട് മുമ്പിലുള്ള ആളില്ലേ, ആരോടാണോ സംസാരിക്കുന്നത് ആ ആളെ നാം പറയുന്ന കാര്യത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ നാം എഴുതുന്ന സെൻറ്റൻസിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഉപയോഗിക്കുന്ന വാക്കാണ് എന്ത്? സെക്കൻഡ് പേഴ്സണിൽ വരിക. എക്സാമ്പിൾ, യു, നിങ്ങൾ. യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ആളാരാ? നമ്മൾ തന്നെ. രണ്ടാമത്തെ ആളാരാ? നിങ്ങൾ, യു. ഓക്കെ, നീ, നിങ്ങൾ, യു. എക്സാമ്പിൾ, യു പ്ലേ ഫുട്ബോൾ എവറി ഡേ. നീ എന്നും ഫുട്ബോൾ കളിക്കാറുണ്ട്. തേർഡ് പേഴ്സൺ, അപ്പോൾ ഞാനും നീയും കഴിഞ്ഞാലാരാ? മറ്റുള്ളവരല്ലേ. അതാണ് തേർഡ് പേഴ്സണിൽ വരുന്ന വാക്കുകൾ. അതായത് സംസാരിക്കുന്ന വ്യക്തിയുമല്ല, ആരോടാണോ സംസാരിക്കുന്നത് ആ വ്യക്തിയുമല്ല, മറ്റൊരാളെക്കുറിച്ച് പറയുമ്പോൾ നാം ഉപയോഗിക്കുന്ന വാക്കുകളാണ് തേർഡ് പേഴ്സണിൽ വരിക. ഫോർ എക്സാമ്പിൾ, ഹീ, അവൻ, ഷീ, അവൾ, ഇറ്റ്, അത്, ദേ, അവർ. ഇതൊക്കെ എന്താണ്? സംസാരിക്കുന്ന വ്യക്തിയല്ല, കേൾക്കുന്ന വ്യക്തിയല്ല, മറ്റൊരാളാണ്. ഓക്കെ, അവർക്കാണ് തേർഡ് പേഴ്സൺ എന്ന് പറയുക. സിമ്പിളാണ് അല്ലേ? സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതെന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു സിംഗുലാർ സബ്ജക്റ്റിൻ്റെ കൂടെ സിംഗുലർ വെർബാണ് വരിക, പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ പ്ലൂറൽ വെർബാണ് വരിക എന്ന് പറഞ്ഞു അല്ലേ? അവിടെ ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ട്. അതിൽ ആ ഒരു റൂളിൽ ഫസ്റ്റ് പേഴ്സണും വിടില്ല, സെക്കൻഡ് പേഴ്സണും വിടില്ല. ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗണിൻ്റെ കൂടെ വെർബിൻ്റെ യഥാർത്ഥ രൂപമേ വരുള്ളൂ, ബേസ് ഫോമേ വരുള്ളൂ, അതായത് എസ് ഇല്ലാത്ത ഫോമാണ് വരിക. സെക്കൻഡ് പേഴ്സണിൻ്റെ കൂടെയും അത് തന്നെയാണ്, ബേസ് ഫോമായ എസ് ഇല്ലാത്ത വെർബ് ഫോംസ് ആണ് വരിക. തേർഡ് പേഴ്സണിൽ, അതായത് മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ മാത്രമാണ് സിംഗുലാർ സബ്ജക്റ്റ് ആണോ പ്ലൂറൽ സബ്ജക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് വേർബിനെ ക്രമീകരിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഐ പ്ലേ, ഞാൻ കളിക്കുന്നു. ഐ എന്നുള്ളത് സിംഗുലറാണ്, പക്ഷേ നാം ആ റൂളിൽ ഫസ്റ്റ് പേഴ്സൻ്റെയും സെക്കൻഡ് പേഴ്സൻ്റെയും കൂട്ടാത്തത് കൊണ്ട് തന്നെ ഐ പ്ലേ എന്നുള്ളൂ. ഐ പ്ലേസ് എന്ന് പറയില്ല. ഐ പ്ലേ ഫുട്ബോൾ. വി പ്ലേ ഫുട്ബോൾ. അതുപോലെ തന്നെ സെക്കൻഡ് പേഴ്സൺ, യു പ്ലേ. യു പ്ലേസ് എന്ന് പറയില്ല. യു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരാളെ നമ്മുടെ മുമ്പിലുണ്ടാകും. യു എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരാളെ കാണിക്കാനായിരിക്കും പറയുന്നത്. എന്നാലും ആ ഒരു റൂളിൽ സെക്കൻഡ് പേഴ്സണും ഫസ്റ്റ് പേഴ്സണും വരാത്തതുകൊണ്ട് യുവിന് ശേഷം വരുന്ന വെർബിന് എസ് കൂട്ടൂല. യു പ്ലേ. ഓക്കെ, തേർഡ് പേഴ്സണിൽ വരുമ്പോഴാണ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഹി, അവൻ, ഒരാളല്ലേ. അപ്പോൾ എന്താക്കും? വേർബിന്
വേർബിനെ സിംഗുലർ ഫോം ആക്കും. എസ് ആഡ് ചെയ്തിട്ട് സിംഗുലർ ഫോം ആക്കും. ഈ പ്ലേസ്. ഷീ അവൾ ഒരാളാണ്. ഷീ പ്ലേസ്. രാജു ഒരാളാണ്. രാജു പ്ലേസ്. രാജു റാണി ഇതൊക്കെ എന്താണ്? തേർഡ് പേഴ്സണിൽ വരുന്നതാണ് അല്ലേ? രാജു റാണി ബാക്കിയുള്ള പേരുകളൊക്കെ. അതായത് നാം സംസാരിക്കുന്ന വ്യക്തിയല്ല, കേൾക്കുന്ന വ്യക്തിയല്ല, മറ്റുള്ളവരെ കുറിച്ചാണ് ഈ പേരുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അതും തേർഡ് പേഴ്സണിൽ വരുന്നത്. അപ്പോൾ രാജു സിംഗുലറാണ്. രാജു പ്ലേസ്. റാണി സിംഗുലറാണ്. റാണി പ്ലേസ്. ദേ അവർ പ്ലേ. എന്തുകൊണ്ടാണ്? അവർ പ്ലൂറൽ സബ്ജക്റ്റാണ്. അതുകൊണ്ട് പ്ലേ. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം. കാരണം ഇതൊക്കെ ബേസിക്സ് ആണ്. അപ്പോൾ ഗ്രൂപ്പിൽ ചോദിക്കാം. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് ഒന്നുകൂടി വ്യക്തമാകാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ കൂടിയും പറയാം. ഐ ഗോ ടു സ്കൂൾ എവറി മോർണിംഗ്. ഞാൻ എന്നും രാവിലെ സ്കൂളിൽ പോകുന്നുണ്ട്. വി ഗോ ടു സ്കൂൾ എവറി മോർണിംഗ്. ഞങ്ങളെന്നും രാവിലെ സ്കൂളിൽ പോകുന്നു. സോ ഇവിടെയൊക്കെ ഐ ഫസ്റ്റ് പേഴ്സൺ ഐ ഗോ, വി ഫസ്റ്റ് പേഴ്സൺ ഗോ, യു സെക്കൻഡ് പേഴ്സൺ ഗോ, ഹി ഗോസ്. ഹി എന്നുള്ളത് തേർഡ് പേഴ്സണിലെ സിംഗുലർ പ്രൊനൗൺ ആണ്. ഓക്കെ, അപ്പോൾ ഹി ഗോസ്, ഷീ ഗോസ്, രാജു ഗോസ്, റാണി ഗോസ്, ദേ ഗോ. തേർഡ് പേഴ്സണിലെ പ്ലൂരൽ പ്രൊനൗൺ ആണ് എന്ത്? ദേ. അപ്പോൾ ഗോ. ഓക്കെ.